കൂട്ടുകാരെ ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ അളിയൻ നാട്ടിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ അളിയനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എയർപോർട്ടിലോട്ട് പോവാണ്. ഇന്ന് നാട്ടിൽ നിന്ന് ചേച്ചിയുടെ മോൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ കാണാം. നമ്മൾ ഗൾഫിലുള്ളവർക്ക് നാട്ടിലേക്ക് പോകുമ്പോഴും നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോഴും ഒരുപാട് സന്തോഷമാണ് അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് അത്ര പ്രിയപ്പെട്ട ആളുകൾ വരുമ്പോഴോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് വളരെ സന്തോഷത്തിലാണ്. ശങ്കരക്കുട്ടനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, അവൻ്റെ പ്രിയപ്പെട്ട അളിയൻ വരുന്നു എന്നുള്ള. അളിയൻ എന്ന് പറയുന്നത് അപ്പച്ചിയുടെ മകനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദീപു ഉണ്ട്. ദീപുവാണ് വണ്ടി ഓടിക്കുന്നത്. അവനില്ലാത്തൊരു കാര്യം നമുക്കില്ലല്ലോ. മാഷേട്ടനൊരു വലിയ കാര്യമൊക്കെ പറയുവാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. സമയം ഒരു 11:15 12:45 അകത്ത് അവൻ വരുമെന്നാണ് നമുക്കറിയാവുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് എയർപോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് വളരെ അടുത്താണ്. ഏകദേശം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എയർപോർട്ട് എത്തി. എയർപോർട്ടിൽ ശങ്കുരു വലിയ ത്രില്ലിൽ നിൽക്കുമല്ലേ. അപ്പോൾ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. ശങ്കുരുകുട്ടൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് നാട്ടിൽ നിന്ന് മോൻ വരുന്ന അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അവന് വല്ലപ്പോഴും അളിയൻ്റെ കൂടെ കളിക്കാം അങ്ങനെയൊക്കെയുള്ള ചിന്തയായി. വല്ലപ്പോഴും അളിയനെ കാണാം അങ്ങനെയായിരുന്നു. അല്ലെങ്കിലും ഒറ്റയ്ക്കുള്ള കുട്ടികൾക്കെല്ലാം അങ്ങനെയല്ലേ. അപ്പോൾ അവൻ വന്നു കേട്ടോ. അപ്പം വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ്. വലിയ സന്തോഷത്തിലാണ്. നമ്മളെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. മറ്റൊരു നാട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ അവന് ഇത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. എന്തായാലും ഫ്ലൈറ്റിൽ കുറച്ച് ടെൻഷനായെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയല്ലേ. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്കിനും അതൊക്കെ മാറി ഹാപ്പിയായി. ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമായിരുന്നു. താമസിച്ചു മോൻ വരാൻ. ഫ്ലൈറ്റ് കുറേ ഡിലേ ആയിരുന്നു. അപ്പോൾ ഇവന് കണ്ട സന്തോഷമാണ്. ഭയങ്കര കാര്യം പറിച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ട് വന്ന് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര തിരക്കുണ്ട്. അങ്ങനെ ഇരിക്കുക. ഫ്ലൈറ്റിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. വീട്ടിൽ വിളിക്കുന്ന കാര്യവും പിന്നെ അവൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ ലഗേജൊക്കെ എടുത്ത് കാറിൽ വെച്ചു. പോകാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവച്ചു. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. ഒപ്പം അവന് ജോലിക്കായിട്ട് ഇവിടെ വന്നതാണ്. അവനെ ഒരുപാട് അനുഗ്രഹിക്കുക. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.